പിന്നെ ഫാമിലിക്ക് എന്താ വേണ്ടെന്ന് വെച്ചു. രണ്ടാമത് നമ്മൾ വേറെ വിഷയം പറഞ്ഞത് ഇത് ഒഴിവാക്കണം. ഇത് നമ്മളെ രാജഭരണം പുരയില് സത്യം പറഞ്ഞോളി, ശരിക്കും പുരയിൽ ഒരു രാജഭരണം ഉണ്ടായിരുന്നവരോ ഇല്ലവരോ എന്ന് കൈവക്കിയ അങ്ങനെ ഒരു മെയിൽ ഈഗോ അപ്പൊ ആരും കൈവക്കും, ഒരു കുറവില്ലല്ലോ. ഇനിയിപ്പോ ഒരാൾ പറയാണ് എനിക്ക് മെയിൽ ഈഗോ ഇല്ല, ഇപ്പോഴും ഇല്ല, ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ അയാൾ കളവ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ വെറുതെ ആണാന്ന് പറഞ്ഞ് നടക്കുകയാണ്. തീരെ ഈഗോ ഇല്ല, നോണ അറിയാം, അല്ലെങ്കിൽ സംഗതി അതെല്ലാരും അങ്ങനെ പറയാ. എന്റെ വീട്ടിൽ ഒരു കുഴപ്പമില്ല, എല്ലാം കുഴപ്പമാണ് അയലോക്കത്തെ വീട്ടിലാണ്. ഈ എന്റെ വീട്ടിൽ കുഴപ്പമുണ്ട് എന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നോ അവിടുന്നാണ് എന്ത് തുടക്കം, നമ്മളെ മാറ്റത്തിന്റെ തുടക്കം. എന്റെ വീട്ടിൽ എന്നിൽ എന്തൊക്കെയോ കുറവുകളുണ്ട്, അത് മാറ്റണം എന്നുള്ള ആ തിരിച്ചറിവെന്നാണ് പിന്നെ നമ്മൾ മാറ്റം തുടങ്ങുന്നത്. മറ്റേ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഒരാൾ വിചാരിച്ചാൽ കഴിഞ്ഞില്ലേ, അതിനാണ് സബ് കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ് എന്ന് പറയാം. അതായത് വിവരമില്ല എന്നുള്ള വിവരമില്ലായ്മ, സബ് കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്. അടുത്ത് പിന്നെ മനുഷ്യൻ വളരൂല. എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്, പെർഫെക്റ്റ്. അങ്ങനെ പല ആൾക്കാർ കൗൺസിലിംഗ് വരും. സാറേ നിങ്ങൾ കാര്യം ചെയ്യും, എന്റെ ഭാര്യയ്ക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കും, ഓളോ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ഈ കൗൺസിലിങ്ങിനെ പിടിച്ചോണ്ടേ ഭാര്യ നിങ്ങളുടെ വരെ ഓക്കെ ഒരു കൗൺസിലിംഗ് കൊടുക്കും, ഓളോ നന്നാക്കി നിങ്ങൾ കണ്ടോ പുറത്തിരിക്കുക. ഞാൻ പറഞ്ഞു ഇജ്ജ് വിടവാ, ഇവിടെ ഇരിക്ക്, ഓള് പുറത്തിരിക്കട്ടെ. കാരണം ആ പറഞ്ഞവൻ്റെ അടുത്താണ് പ്രശ്നം എന്ന് വെരി ക്ലിയർ ആണല്ലോ. എന്റെ ഭാര്യയ്ക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കി എന്ന് പറഞ്ഞ അടുത്താണ് പ്രശ്നം.